ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. സോളമൻ രാജാവിൻ്റെ സുഭാഷിതങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, സുഭാഷിതം 5:19. അവളുടെ സ്നേഹം നിന്നെ സദാ സന്തോഷം കൊണ്ട് നിറക്കട്ടെ. അവളുടെ പ്രേമം നിന്നെ എപ്പോഴും ലഹരി പിടിപ്പിക്കട്ടെ. സദാ സന്തോഷം കൊണ്ട് നിറക്കട്ടെ, എപ്പോഴും ലഹരി പിടിപ്പിക്കട്ടെ. എന്തിനെക്കുറിച്ചാണ്? ദാമ്പത്യ സ്നേഹത്തിനെ കുറിച്ചാണ്. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ഇതാ വിവാഹ ദിവസം മുതൽ, വിവാഹം കഴിക്കുന്ന നിമിഷം മുതൽ എന്നുവരെ ഉണ്ടാകണം. രണ്ടിലൊന്ന് വേർപ്പെടുന്നത് വരെ പിരിയാൻ പാടില്ലാത്ത, കുറയാൻ പാടില്ലാത്ത, ഹണിമൂൺ പീരീഡ് കൊണ്ട് അവസാനിക്കേണ്ട ഒരു കാര്യമല്ല ദാമ്പത്യ സ്നേഹം. അവളുടെ സ്നേഹം നിന്നെ സദാ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വാക്കാണ്, എപ്പോഴും സന്തോഷം കൊണ്ട് നിറക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും, വിവാഹിതരായിട്ടുള്ളവരും ഒന്ന് പരിചിന്തനം ചെയ്ത് നോക്കുക. ഈ അടുത്ത നാളിൽ ഗൾഫിൽ നിന്ന് എനിക്കൊരു കോള് വന്നു. അദ്ദേഹം പറഞ്ഞ ഇതാണ്: സാറേ, ഞാൻ യൂട്യൂബിലൂടെ സാറിൻ്റെ ടോക്ക്, വചനവും മോട്ടിവേഷൻ ടോക്കൊക്കെ കേൾക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയപ്പോൾ വിളിച്ചതാണ്. ആത്മഹത്യയെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ചിന്ത വരുന്നു. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്: വർഷങ്ങളായിട്ട് ഗൾഫിലാണ്. നാട്ടിൽ ഇയാൾക്ക് ഭാര്യയും മക്കളും 2 അനുജന്മാരും അമ്മയും ഒക്കെ ഉണ്ട്. പണ്ട് മുതലേ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് കുടുംബത്തിന് വേണ്ടി ബലിയായി തീർന്ന് കടവും വില എല്ലാം തീർത്ത് ഇപ്പോൾ ഒരു വീടൊക്കെ പണിത് സ്വന്തമായിട്ട് വീടുണ്ട്. അവിടെ ഭാര്യയും മക്കളും ഇയാളുടെ അനിയന്മാരും അമ്മയെല്ലാം താമസിക്കുകയാണ്. ഞാൻ ആരുടെയും പേര്, സ്ഥലവും അഡ്രസ്സും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ ശുശ്രൂഷകളിൽ പരമാവധി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഇലക്കും മുള്ളിനും കേടുണ്ടാകരുത്. പക്ഷെ മറ്റുള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ എൻ്റെ കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവരുടേതാണ്, അല്ലെങ്കിൽ ഞാൻ തനിച്ചല്ല, എനിക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള അനുഭവങ്ങളെന്ന് ആണായാലും പെണ്ണായാലും ഒന്ന് തിരിച്ചറിയാനും അങ്ങനെയുള്ളവർക്കൊരു മാറ്റങ്ങൾ വരുത്താനും ഒരു സപ്പോർട്ട് കിട്ടാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയങ്കര ആത്മഹത്യ ടെൻഡൻസി ആയിരുന്നു. അപ്പോൾ സാറിൻ്റെയൊക്കെ പ്രസംഗമൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അത് പ്രയോജനം. ഞാൻ ചോദിച്ചപ്പോൾ എന്ത് പറ്റി അത്രയൊക്കെ ചിന്തിക്കാൻ? അപ്പോൾ പറഞ്ഞു, നമ്മളിങ്ങനെ കഷ്ടപ്പെടാൻ മാത്രം പണ്ട് മുതലേ. ഇപ്പോൾ ജോലി സ്ഥലത്ത് ഗൾഫിൽ കാലൊടിഞ്ഞ് മുറിയിലിരിപ്പാണ്. അന്നേരം ഈ ലോൺലിനെസ് വരുമ്പോൾ ഇങ്ങനെ ഡിപ്രഷൻ, മരിക്കണം എന്നുള്ള ചിന്ത വർദ്ധിച്ചു വരികയാണ്. അപ്പോഴാണ് ഒന്ന് വിളിച്ചത്. അപ്പോൾ ഈ പ്രസംഗമെല്ലാം ഇങ്ങനെ കേട്ടിരുന്നു. അത് ആശ്വാസദായകമാണ്. ഇയാൾ പറഞ്ഞ കാര്യം ഇതാണ്: എനിക്കൊന്ന് കുറവുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ട് ചേട്ടാ, എന്ന് ജോലിക്ക് കയറാനായിട്ട് പറ്റും. അച്ഛോ, നിങ്ങൾക്ക് കുറവില്ലേ ചേട്ടാ, എന്ത് ചെയ്യും? അങ്ങനെ ഒരു ആശ്വാസ വാക്കോ അല്ലെങ്കിൽ കുറവുണ്ടോ എന്നൊന്ന് അന്വേഷിക്കാനൊന്നും അവർ തമ്മിൽ വഴക്കൊന്നുമില്ല. ഭാര്യയുടെ വശത്ത് നിന്ന് അങ്ങനെ ഒരു വിളിയൊന്നുമില്ല. കൃത്യം മാസം ആകുമ്പോൾ പൈസ അയച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ അതിനുവേണ്ടി വിളി വരും, അന്വേഷണം വരും. പൈസേനെ മാത്രമാണ്. അമ്മയായാലും അനിയന്മാരായാലും എല്ലാതിരുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായപ്പോൾ അവർക്ക് ആർക്കും എന്നെ വേണ്ട, എന്നോട് സ്നേഹമില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന പൈസ, ഇത്രയും പേരുണ്ട്. ആരും ഒന്ന് ഇങ്ങനെ ഇവിടെ ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്നു, ഒന്ന് വിളിക്കുക, അന്വേഷിക്കുക, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു കാര്യം ഇതാണ്: നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ വിദേശത്താകട്ടെ ആകട്ടെ, നമ്മുടെ സാന്നിധ്യവും സാമീപ്യവും സ്നേഹാന്വേഷണവും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇനി നമ്മളും കാശ് മാത്രം ഉണ്ടാക്കി കൊടുക്കുന്ന ഉപകരണം പോലെയാണോ അവരെ ധരിപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ ബന്ധങ്ങളിൽ ഒരു വളർച്ചയുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും തളർച്ച പറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ ഭാര്യാഭർത്തൃ ജീവിതത്തെക്കുറിച്ച് തന്നെ പറയാം. 5 കാര്യങ്ങൾ ഭാര്യാഭർത്തൃ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനും ഭദ്രതയ്ക്കും ആവശ്യമായ. ഇന്ന് 20 കൊല്ലം 30 കൊല്ലം ഒക്കെ ജീവിച്ച് 25 കൊല്ലം അല്ലെങ്കിൽ ജൂബിലി പൂർത്തീകരിച്ചെന്നും പറഞ്ഞ് അവാർഡൊക്കെ മേടിക്കുന്ന ദമ്പതികളെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ലാസറിൻ്റെ കല്ലറ പോലെ ചീഞ്ഞു നാറുന്ന, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അനുഭവം അല്ലെങ്കിൽ പുറംപൂച്ചാട്ട് ആളുകളുടെ മുമ്പിൽ മോടി കാണിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ മിണ്ടാട്ടമില്ല, രസമില്ല, പങ്കുവെക്കലില്ല, സ്നേഹപാഠനമില്ല, വേറെ മുറി കിടക്കുക, വേറെ കട്ടിലയിൽ കിടക്കുക. അപ്പോൾ ഇത് മക്കൾക്കും ദുർമാതൃകയായിത്തീരുന്നു. അവരുടെ തലമുറയിലും ഇതൊക്കെ തന്നെ ആവർത്തിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇവിടെ പറഞ്ഞ ഇതാണ്: അവളുടെ സ്നേഹം നിന്നെ സദാ സന്തോഷം കൊണ്ട് നിറക്കട്ടെ. അവളെല്ലാം സ്നേഹവും കൊണ്ട് അങ്ങനെ പുറകെ നടന്നു എന്ന് ഇത് കേൾക്കുമ്പോൾ പറയും. അവൾ മാത്രമല്ല, അവന് സ്നേഹിക്കണം. 2 പേർക്കുള്ള കാര്യം. അവളുടെ പ്രേമം നിന്നെ
എപ്പോഴും ലഹരി പിടിക്കട്ടെ. ഭർത്താവ് പറയും, നിനക്ക് ഡ്രൈവർ ഇല്ലേ, നിനക്ക് അമ്മയില്ലേ, നിനക്ക് അപ്പനില്ലേ, നിനക്ക് ആങ്ങളില്ലേ, മക്കളില്ലേ എന്ന് പറയും. അവൾക്ക് വേണ്ടത് ഡ്രൈവറിനെയോ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ ഭാര്യയെ അനിയന്മാരെയോ അനിയത്തെയോ മക്കളെയോ അല്ല, അവൾക്ക് ആദ്യം വേണ്ടത് നിന്നെയാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കുള്ള 5 കാര്യങ്ങൾ: 1, കണ്ടുമുട്ടുക, പങ്കാളിയെ മനസ്സിലാക്കുക, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ട്രഡീഷൻ ആൻഡ് എൻവയോൺമെൻറ്റ്, അവരുടെ പാരമ്പര്യം, ജീവിത സാഹചര്യങ്ങൾ, അവയിലൂടെ കിട്ടിയ കാര്യങ്ങളാണ് അവരിലുള്ളത്. ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇങ്ങനെ തന്നെ ആകത്തുള്ളൂ. അവരെ കുറ്റം വിചാരിച്ചിട്ടോ വഴക്ക് വിചാരിച്ചിട്ടോ ഒരു കാര്യമില്ല. ഇപ്പം നമുക്കറിയാം, ഒരു കൊലക്കാരായ തെങ്ങ് പറിച്ച് നടന്നത് പോലെയാണ് വിവാഹ ജീവിതത്തിലേക്ക് ഒരു ആണ് ഒരു പെണ്ണിൻ്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വന്ന അന്നേരം അറിയാം എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ. പക്ഷേ ഒരു പെണ്ണ് ആണിൻ്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വരുമ്പോൾ അവർ പരമാവധി സഹിക്കും, പരമാവധി അഡ്ജസ്റ്റ് ചെയ്യും. ഒരാണിന് അത്രയും അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇന്ന് വൈകുന്നേരവും കൂടെ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി വിളിച്ച് പറഞ്ഞതാ, ഇതത്തുപോലെ കല്യാണം കഴിച്ച് പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയി നിന്നിട്ട് അവിടുത്തെ കാര്യങ്ങളും അവരുടെ ചോദ്യങ്ങളും അവരുടെ സംസാരങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും ഒന്നും ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. ഇതിൻ്റെ 100 ഇരട്ടിയാണ് ഒരു പെണ്ണ് ആണിൻ്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വരുമ്പോൾ അവിടെ ഭർത്താവിനെ ആയാലും അമ്മായിയമ്മനെ ആയാലും ഇടയ്ക്ക് വിരുന്ന് വരുന്ന നാത്തന്മാരെ ആയാലും അയൽവാസികളെ ആയാലും അവിടുത്തെ രീതികളും ആചാരങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ആയി വരാൻ ചിലപ്പോൾ നമ്മൾ ഇട കൊടുക്കില്ല. എൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു, ഇതെന്താണെന്നും പറഞ്ഞിട്ട് ഒത്തിരി പ്രശ്നങ്ങളിലോട്ട്. അപ്പോൾ പങ്കാളിയെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അവർക്ക് വേര് പിടിക്കാൻ വളരാൻ ഒരു അവസരം കൊടുക്കുക. ഒരു തെങ്ങ് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ വീട്ടിൽ അവരുടെ വീട് പണിതപ്പോൾ ഞാൻ നേരിട്ട് കണ്ട ഇതാ, 2 നല്ല തെങ്ങ്. അപ്പോൾ നല്ല പൈസ മുടക്കേണ്ടി വന്നു, പറിച്ചു വെച്ചിട്ട് അറിഞ്ഞ കാര്യം ഇതാ, ഒരു തെങ്ങ് എത്ര പൈസ മുടക്കി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു തെങ്ങ് പിന്നെ ഉണങ്ങിപ്പോയി, മറ്റേ തെങ്ങ് പിടിച്ച് കിട്ടിയെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്നാലും അതിൻ്റെ പഴയ ഇതെല്ലാം പോയി വേരൊക്കെ പിടിച്ച് വീണ്ടും കായ പുതിയതൊക്കെ പൊട്ടി വരാൻ എത്രയോ സമയമെടുക്കും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നെന്നും പറഞ്ഞിട്ട് വീട്ടുകാർ ആൾക്കാർ പഠിപ്പ് നിറം ജോലി എല്ലാം അന്വേഷിച്ചിട്ടാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ. പക്ഷെ മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും ഇതെല്ലാം പൊരുത്തപ്പെട്ട് വരണ്ടേ, ഒന്ന് വേര് പിടിക്കണ്ട. അതിനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുണ്ടോ? അപ്പോൾ കണ്ടുമുട്ടുക, കത്തെഴുതുക, മീൻസ് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഭാര്യ ആയാലും ഭാര്യ ഭർത്താവിനെ ആയാലും നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന്, ഈ കാപ്പി ബ്രൗൺ ഉടുപ്പിട്ടിട്ട് അല്ലെങ്കിൽ ഈ കള്ളി ഷർട്ട് ഇട്ടിട്ട് ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇത് നല്ല ചേർച്ചയുണ്ട്, ഇത് മണിയടി ആകരുത്, ഇങ്ങനെ മുടി വാരിയാൽ നിങ്ങൾക്ക് നല്ല ഭംഗിയാണ്. അല്ല, കുളിയൊക്കെ കഴിഞ്ഞ് ഭർത്താവ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ മുതുകത്തൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളമൊക്കെ ഒരണൊക്കെ തോർത്തെടുത്തൊന്ന് ഒപ്പിക്കൊടുത്ത്, യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു കാപ്പിയൊക്കെ ഒന്ന് കൊടുത്ത് ഒന്ന് സന്തോഷിക്കുന്ന മുഖത്തോടെ, സ്വീകരിക്കുന്നതിന് പകരം വന്ന് കയറുമ്പോൾ തന്നെ ഒരു കൊട്ട പരാതിയും കുത്തുവാക്കും, എവിടെ പോയി കിടക്കണേരുന്ന്, എത്ര വിളിച്ചിട്ടും കിട്ടിയില്ല, ബസ്സിലാണ്, യാത്രയിലാണ്, വണ്ടി ഓടിക്കണേ, പണ്ടത്തെ പോലെയൊന്നും എടുക്കാനുള്ള സാഹചര്യങ്ങളില്ല. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ആ തലയിൽ പോഞ്ഞുകൊണ്ടിരിക്കുന്നത്, സമയവും കാലവും. ഇപ്പോൾ മാർച്ച് മാസമാണ്, കണക്കെല്ലാം ക്ലോസിംഗ് ഒക്കെ നടക്കുന്ന സമയമാണ്. ആ സമയമാണെങ്കിൽ ഓഫീസിൽ ഒത്തിരി വർക്ക് ലോഡാണ്, എല്ലാം കൂടെ തലക്ക് ഭ്രാന്ത് പിടിച്ച് വരുമ്പോൾ ചാടി ഒന്ന് ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ പഞ്ചാര അടിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ കണ്ടുമുട്ടുക, പങ്കാളിയെ മനസ്സിലാക്കുക, കത്തെഴുതുക, സ്നേഹപ്രകടനങ്ങൾ നടത്തുക. കണ്ണാടിയുടെ മുമ്പിൽ മണിക്കൂറുകൾ ചിലവഴിക്കുന്ന ഭാര്യനോട് ഭർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈ പച്ച കളറ് നിനക്ക് നല്ല ചേർച്ചയാണ്, ഇത്രയും വലിയ പൊട്ട് വേണ്ട, ഈ ചെറിയ പൊട്ട് വെച്ചാൽ മതി, ഒന്ന് വെച്ച് കൊടുക്ക്, ഒന്ന് ആ പൗഡറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുമോ, ഇപ്പോൾ വരുമെന്ന് പറയും. വേണമെങ്കിൽ മതി, അവനവൻ്റെ ജീവിതം ശരിയാക്കി എടുക്കണമെങ്കിൽ മതി. സ്ത്രീകളിങ്ങനെ കൊച്ചു കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. നിന്നെ കാണാൻ നല്ല സുന്ദരിയാണ്, ഒന്ന് പറഞ്ഞ് എന്തൊരു ഇഷ്ടമായിരിക്കും എന്നറിയാമോ, ഒന്ന് മോളെ കൊച്ചേ പൊന്നെ പാലേതേനെ എന്നൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ പറയാനുമില്ല, ചങ്ക് വരെയും പറിച്ചു തരും. അപ്പോൾ ഇതുപോലെ സ്നേഹം വേണ്ടാത്ത ഒരു ജീവിയും ലോകത്തില്ല. ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ ഇതിനു വേണ്ടി അല്ലേ എന്ന് പറയും. 85 വയസ്സായ അപ്പനെ കൊണ്ടുപോയി ആശുപത്രി ഇട്ടിട്ട് ഹോം നേഴ്സിനെ ഏൽപ്പിച്ചിട്ട് പോന്നാൽ പറ്റുമോ? അപ്പൻ കാത്തിരിക്കും, അപ്പൻ്റെ മക്കൾ വരുന്നുണ്ടോ, വീട്ടിലുള്ളവർ വരുന്നുണ്ടോ എന്ന് ചോദിച്ച്. അപ്പോൾ അപ്പൻ എന്തിനാ കിടന്ന് ഇതൊക്കെ കാണിക്കണം? അവർ പറയണേം കേട്ട് നമ്മളൊക്കെ മൂപ്പിച്ചിട്ട് കാര്യമുണ്ടോ? അതിനുള്ള ബോധം
നമുക്കുണ്ടാകണം. അപ്പന് വേണ്ടത് അപ്പൻ്റെ ആൾക്കാരെ, അപ്പൻ്റെ ആളുകളുടെ സ്നേഹമാണ്. അല്ലാതെ ഹോം നേഴ്സ് നിന്നതുകൊണ്ട് അപ്പൻ്റെ പ്രശ്നങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സ്പിരിച്വലും മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യനുണ്ട്. ഇതുപോലെ ഓരോ ഭാര്യയ്ക്കും ഓരോ ഭർത്താവിനുണ്ട്. അതുണ്ട്, ഇതുണ്ട്, ഇതില്ല, എന്തിൻ്റെ കുറവുണ്ട്? ഒന്നിൻ്റെയും കുറവില്ല. പക്ഷെ നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടത്, ഈ ലോകത്ത് ഒന്നാമതായിട്ട് വേണ്ടത് നിൻ്റെ സ്നേഹം, നിൻ്റെ അംഗീകാരം. നിൻ്റെ ഭർത്താവിന് വേണ്ടത് അതില്ലേ, ഇതില്ലേ, വണ്ടിയില്ലേ, കാറില്ലേ, വീട്ടുകാരില്ലേ എന്ന് പറയും. ഇതാ ഒരു ഭർത്താവിന് ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തൻ്റെ ഭാര്യയായിരിക്കണം. ഒരു ഭാര്യയ്ക്ക് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഭർത്താവായിരിക്കണം. അപ്പോൾ ബാക്കിയെല്ലാം സമാധാനമാണ്, ബാക്കിയെല്ലാം പരിഹരിക്കപ്പെടാവുന്ന കാര്യമുള്ളൂ. അവിടെ വേറെ ആരെങ്കിലും കയറി ഇരുന്നാൽ, ഇതാ അമ്മയാണ് വളർത്തിയത്, അമ്മയാണ് കഷ്ടപ്പെട്ടത്, അമ്മ എനിക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ഇരുന്നോട്ടെ, അത് നിൻ്റെ മനസ്സിൽ ഇരുന്നാൽ മതി, നിൻ്റെ തലയിലിരുന്നാൽ മതി. വേണ്ടതിനും വേണ്ടാത്തതിനും മുഴുവൻ ഭാര്യനോട് എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയാണ് ജീവിച്ചിരുന്നത്, ഞാൻ കുഞ്ഞുനാളിലെ എപ്പോൾ നോക്കിയാലും ഈ പറച്ചിലാണ്, കുഞ്ഞുനാളിലെ മരിച്ചു പോകേണ്ടതാ, അത് നിൻ്റെ മനസ്സിലിരുന്നാൽ മതി. അവളോട് പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ. അതായത് നീയല്ല, എനിക്ക് ഇവരാണ് എപ്പോഴും ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ആൾക്കാർ കല്യാണം കഴിക്കാൻ പോവുക, വെറുതെ ഒരാളുടെ ജീവിതം കൂടെ നശിപ്പിക്കുന്നതിൻ്റെ. ഒരു വിവാഹിതനായ ഭർത്താവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭാര്യയെ സംബന്ധിച്ച് അവർക്ക് ഈ ലോകത്തിൽ ഒന്നാമത്തെ സ്ഥാനം തൻ്റെ പങ്കാളിയാണ്. ദൈവം വേണം കേട്ടോ, അത് കഴിഞ്ഞുള്ള സ്ഥാനം ബാക്കിയെല്ലാം ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ കൂട്ടുകാരോ കൂട്ടുകാരിയോ അല്ലെങ്കിൽ ഫോൺ വിളിയോ ബന്ധങ്ങളോ നീ വന്നതിന് മുമ്പേ ഉള്ളതാ, ഇതെനിക്ക് നിർത്താൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങൾ ഭാര്യയ്ക്കും, ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങൾ ഭർത്താവിനും വേണ്ടെന്ന് അവർ പറഞ്ഞാൽ അത് വേണ്ട. ആരായിരുന്നാലും കൊള്ളാം, നിങ്ങളൊന്നാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം മുറിച്ച് വെട്ടിക്കളയുന്ന നിലപാടുകളൊന്നും ആരും എടുക്കരുത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, വീട്ടിലുള്ളവരെല്ലാം കൂടി പുറത്ത് പോകാൻ ഒരുങ്ങുമ്പോൾ മകൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അമ്മ ചാടിക്കയറി മുമ്പിലത്തെ സീറ്റിൽ മോൻ്റെ ഒപ്പം ഇരിക്കും. അമ്മയുടെ പേരിലാ കാറെന്നും പറഞ്ഞ് കയറിയിരിക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ന്യായമനുസരിച്ച് കയറേണ്ടത് മരുമകളാണ്. മരുമകൾ പറയണേ അമ്മ അവിടെ കയറി, അമ്മ അവിടെ ഇരുന്നോ, ഞാൻ ബാക്കിൽ ഇരുന്നോളാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അതൊരു അന്യായം തന്നെ, സ്വകാര്യ അന്യായം തന്നെയാണ്. കലഹത്തിന് വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി. അപ്പോൾ കണ്ടുമുട്ടുക, കത്തെഴുതുക, പങ്കാളിയെ പ്രോത്സാഹിപ്പിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളായാലും നല്ലതാണെങ്കിൽ, ഇപ്പോൾ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നൊന്ന് പറയും, അല്ലെങ്കിൽ അതിനെ കൊള്ളാം ഇത്രയും കൂടെ സ്നേഹത്തോടെയൊക്കെ ഒന്ന് തിരുത്ത്, ഒന്ന് ചേർത്ത് നിർത്ത്, ഒന്ന് കെട്ടിപ്പിടിക്ക്, നല്ലൊരു വാക്കൊക്കെ പറയും. എപ്പോഴും ഊതിക്കെട്ടിയ വീർപ്പിച്ച് കെട്ടിയ മുഖവുമായിട്ട് നടക്കല്ലേ. അപ്പോൾ കണ്ടുമുട്ടുക, കത്തെഴുതുക, കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യുക, നല്ലതാണെന്ന് പറയുക, ചുംബിക്കുക, സ്നേഹപഠനങ്ങളിൽ നടത്തുക. ലവ് ഇസ് ടു എക്സ്പ്രസ്. തേങ്ങ എന്ത് ചെയ്യണം? തേങ്ങ പൊതിക്കണം, തേങ്ങ പൊട്ടിക്കണം, തേങ്ങ ചിരണ്ടണം, തേങ്ങാപ്പാൽ എടുക്കണം അല്ലെങ്കിൽ അരക്കണം. അപ്പോഴാണ് ആ കറിയില ഭക്ഷണത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതുപോലെ സ്നേഹമുണ്ടെന്നും പറഞ്ഞിട്ട് കാലം മുഴുവൻ നടന്നിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് വെള്ളം ഉടുപ്പ് ഇട്ട് ആഭരണവും ഇറക്കി മാറ്റി, അല്ലെങ്കിൽ പിന്നെ ദിവസവും പള്ളിയിൽ പോകണ്ടെന്നല്ല പറയുന്നത്. അതുകൊണ്ട് ഈ അല്ലെങ്കിൽ ഒരുതരം അഭിനയമുള്ള ആത്മീയതയല്ല. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കുക, അപ്പം മാറ്റങ്ങളുണ്ടാവും. ഞാൻ ഓർക്കുക, കിഴക്കമ്പലത്തെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു കുടുംബത്ത് പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹമായിട്ട് കുറച്ച് നേരം സംസാരിക്കാൻ മോള് പറഞ്ഞു, അപ്പൻ ഭയങ്കര പ്രശ്നത്തിലാണ്, ഭാര്യ മരിച്ചപ്പോൾ ഭയങ്കര പുലിയായിരുന്നു ഭാര്യ മരിക്കുന്നതിന് മുമ്പ്. പക്ഷേ ഭാര്യ മരിച്ചു കഴിഞ്ഞോട് ഇയാളുടെ ഒരു വശം പോയതുപോലെ. പക്ഷേ ജീവിച്ചിരുന്നപ്പോൾ ആ സ്ത്രീ ഒന്ന് കൊതിച്ചിട്ടുണ്ട്. ഭാര്യ 3 പെമക്കളും ഉള്ളത്, ഒന്ന് സ്നേഹമൊന്നും പ്രകടിപ്പിക്കില്ല, കാണിക്കില്ല, ഭയങ്കര ഗൗരവമാണ്, പ്രാർത്ഥനയ്ക്ക് ഇരിക്കില്ല, ഒരുമിച്ച് പള്ളിയിൽ പോകില്ല, ഇവരെന്ത് കാണിക്കുന്നോ അതിനെല്ലാം എതിരായിരുന്നു. പക്ഷേ ഇത്രയും പെട്ടെന്ന് മരിക്കുമെന്ന് ഓർത്തില്ല, പുലി പൂച്ചക്കുട്ടിയായിപ്പോയി. ഞാൻ ഒരിക്കൽ പോട്ടയിൽ ആശ്രമത്തിൽ പ്രസംഗിച്ചിട്ട് ഇറങ്ങിയപ്പോൾ കൈയും കൊട്ടി പിടിച്ചുകൊണ്ട് ഈ വല്യപ്പച്ചൻ ഓടി വന്നിട്ട് പറഞ്ഞ് എന്നെ ഓർമ്മയുണ്ടോ, കിഴക്കമ്പലത്ത് എൻ്റെ വീട്ടിൽ വന്നു. ഒരു ഡിപ്രഷൻ പോലെ ആയിപ്പോയതായിരുന്നു. അപ്പോൾ ഇയാൾ ഒത്തിരി ആത്മീയ കാര്യങ്ങളിലോട്ടൊക്കെ ഇപ്പോൾ തിരിയാൻ തുടങ്ങി. കാരണം ഉറക്കമില്ല, ടെൻഷൻ, കുറ്റബോധം. ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്നേഹിച്ചില്ല, സ്നേഹപഠനം നടത്തിയില്ല. അതുകൊണ്ട് അത് നമ്മുടെ മാതാപിതാക്കളോടായാലും ദമ്പതികളായാലും ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുക. മരിച്ചു കഴിഞ്ഞിട്ട് ആണ്ടും അടിയന്തരവും 7:30 കാണിച്ച് നാട്ടുകാരെ പ്രീതിപ്പെടുത്താൻ നടക്കാതെ തിന്ന് ഏമ്പക്കോട്ട് കുറ്റം പറഞ്ഞു പോകും. അതിനേക്കാൾ നല്ല, ഞാൻ ഇപ്പോൾ ഒരു വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ തെരുവിൽ അലഞ്ഞടക്കുന്നവർക്കുള്ളൊരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ ചിലർ പറയും 50 പേർക്ക് 100 പേർക്ക് പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി വഴിയരികി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. അത് നല്ല കാര്യം തന്നെ. കാരണം സ്വന്തത്തിലും ബന്ധത്തിലും പരിചയത്തിലുള്ള കൊടുക്കണ്ട എന്നല്ല, ഇതാ ജീവിച്ചിരിക്കുമ്പോഴുള്ള നാടകം ഇവർക്ക് പലർക്കും അറിയാം. അപ്പോൾ അവർക്ക് പലർക്കും അവർ തിന്ന് 3 നേരം പായസമൊക്കെ കുടിച്ച് ഒക്കെ ഏമ്പക്കോട്ട് പോകുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു
അധിക്ഷേപമാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് തിരിച്ചു തരാൻ കഴിവില്ലാത്ത, എന്നാൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഇങ്ങനെയുള്ള അലഞ്ഞു തിരിയുന്ന വഴിയിൽ കിടക്കുന്ന ആരും പോലും ഇല്ലാത്തവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പലരും പറയുന്നുണ്ട് എന്തെന്നില്ലാത്ത ഒരു ആത്മീയാഭിഷേക അനുഭവം കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ അത് ആവശ്യത്തിരിക്കട്ടെ, ആ കൂട്ടത്തിൽ പങ്കുവെച്ചെന്ന് മാത്രം. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുക, മരിച്ചു കഴിഞ്ഞിട്ട് കിടന്ന് അഭിനയിക്കല്ലേ. പിന്നെ എന്തെല്ലാം കാണിച്ചു കൂട്ടിയാലും ഞാൻ കേട്ടു ഒരു മനുഷ്യൻ അമ്മ 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 എന്നും പറഞ്ഞിട്ട് ഭാര്യനെ മക്കളായിട്ട് ബന്ധം പിരിഞ്ഞ് മരിച്ചുപോയ അമ്മയുടെ വർഷങ്ങൾ കഴിഞ്ഞു. അമ്മേനെ വേണ്ട എന്നല്ല പറയുന്നത്, നമുക്ക് അമ്മയില്ലാതെ ഞങ്ങളാരും ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങളൊന്നാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ഭാര്യ ഭർത്ത് ബന്ധം. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എടുത്ത് സമയം പോലെ വായിക്കുക. അപ്പോൾ അതൊരു ഹോംവർക്ക് ആയിരിക്കട്ടെ. അതുകൊണ്ട് ഒറ്റ ശരീരമായി തീരും എന്ന് പറയുന്നത് ഉൽപ്പത്തി 2:24. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. അവർ ഒറ്റ ശരീരം, അവരൊന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടായിട്ട് ചിന്തിക്കേണ്ട. ഇനിയെങ്കിലും മനസ്സിലാക്കാമെങ്കിൽ മനസ്സിലാക്ക്. പക്ഷേ ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും എല്ലാം എടുക്കുമ്പോൾ ഒരുപാട് ഡിഫറൻസാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ളത്. അതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം പൊരുത്തപ്പെടുന്നത്. അല്ലെങ്കിൽ വലിയ ഗമയം പിടിച്ച് നടക്കും. പലയിടത്തും അവസാനം കൈകൊണ്ട് തൂക്കാൻ പോലും പറ്റാതെ കീറിക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അന്നരികെ ഇരുന്ന് തുടച്ചു കൊടുക്കലും തുടപ്പിച്ചെടുക്കലും. വാക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷെ പറയണം. കിടന്ന് വീർപ്പൂട്ടും. ഞങ്ങൾ ഇതേപോലെ പല സ്ഥലത്തും പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്. ഒരിക്കലും സംഭവിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച കൊലകമ്പന്മാരും കൊലകമ്പത്തികളും അവിടെ എല്ലാം പല സ്ഥലത്തും കഴിഞ്ഞ 35 വർഷമായിട്ട് വീടിലും ആശുപത്രിയിലൊക്കെ ചെന്ന് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ആരും പേടിപ്പിക്കാൻ വേണ്ടിയല്ല, ചില അനുഭവങ്ങൾ പങ്കുവച്ചതാണ്. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ കണ്ടുമുട്ടുക, കത്തെഴുതുക, ചുംബിക്കുക, സ്നേഹപഠനങ്ങൾ നടത്തുക. ദാമ്പത്യത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ എന്താണ് കെട്ടിപ്പിടുത്തവും ചുംബനവും ആലിംഗനവും ആ ലഹരിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ പോയി. ഇതെന്താ പോകുന്നത്? അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ ഹണിമൂൺ, ഈ സ്നേഹപഠനങ്ങൾ, ഈ സ്നേഹം, ഈ സന്തോഷം ലഹരി പിടിപ്പിക്കണം. ഈ പരസ്പരം മനസ്സിലാക്കി കൊടുക്കാനും പരസ്പരം സന്തോഷവും സുഖവും കിട്ടാനും പങ്കുവെക്കാനുള്ള പല താല്പര്യങ്ങളും പ്രകടനങ്ങളും ഒക്കെ. അപ്പോൾ എവിടെയോ വെച്ച് ഇതെല്ലാം ഇറങ്ങിപ്പോയി അവിടെ കണ്ടുമുട്ടുക, കത്തെഴുതുക, ചുംബിക്കുക, ആലിംഗനം ചെയ്യുക. മനുഷ്യന് എന്തുണ്ട്? ഇന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ, ആകാശം, വായു, അഗ്നി, ജലം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മനുഷ്യൻ, ശരീരമുള്ള മനുഷ്യന് മനസ്സുണ്ട്, ആത്മാവുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഈ സുഖവും സന്തോഷവും രസവും രുചിയും മണവും എല്ലാം നമുക്ക് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അപ്പോൾ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ, സ്നേഹമുണ്ട്, വീടില്ലേ, കാറില്ലേ, ജോലിയില്ലേ, പിന്നെ സ്വർണ്ണമില്ലേ, പൈസയില്ലേ, ഷെയറില്ലേ, മ്യൂച്വൽ ഫണ്ടില്ലേ എന്ന് പറയും. എന്ത് പറഞ്ഞാലും ചാടിക്കടിക്കുന്ന അലറുന്ന പങ്കാളിയിൽ എന്ത് സ്നേഹമുണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടും സ്നേഹത്തിന് ഒരു ഭാഷയുണ്ട്. ആ സ്നേഹത്തിൻ്റെ ഭാഷ, അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പട്ടിക്കുട്ടീനെ മേടിച്ചു, 50,000 രൂപ കൊടുത്തു, അല്ലെങ്കിൽ 1,00,000 രൂപ, ലക്ഷക്കണക്കിന് രൂപ വിലയുടെയൊക്കെ ഉള്ളതുണ്ട്, മേടിച്ചെന്നും പറഞ്ഞ് അതിനെ മെരുക്കി സ്നേഹത്തോടെ ഉചിതമായിട്ട് കൈകാര്യം ചെയ്തില്ല എങ്കിൽ എപ്പോൾ കടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ് എല്ലാ വഴിയിൽ കൂടെ പോകുന്ന കണ്ടം പൂച്ച എല്ലാ ദിവസവും അവരുടെ കയ്യിൽ വരും, ഭക്ഷണമൊക്കെ കൊടുക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് അത് എടുത്ത് മാറ്റി എടുക്കാൻ എന്തോ ചെന്നപ്പോൾ ആ പൂച്ച ഒരൊറ്റ കടി വെച്ച് കൊടുത്തു. ഇന്നുവരെയും പൂച്ച അതിലേ വന്നിട്ടില്ല. പൂച്ചയായാലും പട്ടിയായാലും മൃഗങ്ങളായാലും അതിന് ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ രീതി സ്വഭാവമൊക്കെ മാറും. അതുകൊണ്ട് നമ്മൾ അതുണ്ടാക്കിയിട്ടുണ്ട്, ഇതുണ്ടെന്ന് പറയുമ്പോൾ അവസാനം നമ്മൾ തന്നെ ഇതിനെല്ലാം സ്നേഹിക്കാൻ അവരെ പഠിപ്പിക്കും. അവസാനം നമ്മളെ വേണ്ട, ഇവർക്കൊക്കെ എങ്ങനെ ഇത് പറ്റണം, നന്ദികെട്ടവർ എന്നൊക്കെ പറയും. അപ്പോൾ ഓരോ ദിവസം ഇതുപോലെയുള്ള ധാരാളം ഫോൺ കോളുകളും വാട്സാപ്പ് മെസ്സേജുകളും കമൻസുകളൊക്കെ വരാറും കേൾക്കാറുമുണ്ട്. നേരിട്ടും വരാറുണ്ട്, പോകാനും ഇടവരാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാം ഇങ്ങനെ എൻ്റെ അപ്പം പറയാറുള്ള കാര്യം ഇതാ, വെള്ളം മുഴുവൻ ഒഴുകിപ്പോയിട്ടാണ് കെട്ടിയിട്ട്
ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇനിയുള്ള ഇത് കേൾക്കുന്നവർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്നതിന് വേണ്ടി ഭാര്യ-ഭർത്തൃ ജീവിതത്തിൽ മാത്രമല്ല, മക്കളും ആഗ്രഹിക്കുന്നത് സ്നേഹം തന്നെയാണ്, മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് സ്നേഹം തന്നെയാണ്. ഇതാ കുഞ്ഞുങ്ങളെ വേണ്ട, അല്ലെങ്കിൽ ഉള്ള മക്കളെ ജീവിച്ചിരുന്നപ്പോൾ ആയ സമയത്ത് ലാളിക്കാനോ കൊഞ്ചിക്കാനോ സ്നേഹിക്കാനോ വാത്സല്യം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു മാതൃ കൊടുക്കാനോ പറ്റിയില്ല. ഇപ്പം മക്കൾ വലുതായപ്പോൾ അവർ ചിലവിന് കൊടുക്കും, ചിലയിടത്ത് അതുമില്ല. എങ്ങനെ ഇത്ര ആയി, സ്വന്തം കഴിവുകൊണ്ടായി എന്ന് പറഞ്ഞു നടക്കുന്നവർ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഒരു കൊഞ്ചല കുഴയല സ്നേഹപഠനങ്ങളാ വാത്സല്യങ്ങളാ കിട്ടാതെ, മാതൃക കിട്ടിയിട്ടില്ല, വരിഞ്ഞു മുറുകി നടക്കുന്ന, വീർപ്പിച്ച് കെട്ടി നടക്കുന്ന അവസ്ഥ. പുറമേ നോക്കുമ്പോൾ ഭയങ്കരമാണെന്ന് വിചാരിക്കും, പക്ഷേ ഇന്ന് മക്കൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ അങ്ങോട്ട് ചാടിക്കടിക്കുന്ന അവസ്ഥ. അപ്പനെ അമ്മനും ഇറക്കി വിടുന്നു, അവിടെ കൊണ്ടുപോയാക്കുന്നു, ഇവിടെ കൊണ്ടുപോയാക്കുന്നു. അവരുടെ ചങ്ക് പറിച്ചു കൊടുത്ത ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുന്ന പല കുടുംബങ്ങളിലെയും കണ്ണുനീര് അനുദിനവും എന്നപോലെ കാണുകയും കേൾക്കുകയും ഇതുപോലെയുള്ള സെക്ഷനുകളിൽ പലയിടത്തും ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ കണ്ടുമുട്ടുന്ന വിളിക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഈ കേൾക്കുന്നതിനപ്പുറമാണ്. ചിലപ്പോൾ ചില രാത്രികളിലൊന്നും ഞങ്ങൾക്കൊന്നും കിടന്നാൽ ഉറക്കം വരില്ല. കാരണം നമ്മളെപ്പോലത്തെ പച്ചയായ മനുഷ്യരാണ് ഇത്രയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വസന്തകാലവും മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട് അവസാനം പിച്ച് ചീന്തിക്കളയുന്ന പോലത്തെ സ്വഭാവങ്ങൾ, സംസാര രീതികൾ, പറ്റിച്ചെടുക്കുന്നു, തട്ടിച്ചെടുക്കുന്നു, ഒപ്പിടിച്ചെടുക്കുന്നു. അവൻ നോക്കട്ടെ, അവൾ നോക്കട്ടെ, ഇവർ നോക്കട്ടെ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇന്നലെ കയറി വന്ന മരുമകൾ അല്ലെങ്കിൽ ഇവരൊക്കെ കരു നീക്കുന്നതനുസരിച്ച് തുള്ളുന്ന, കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ 2 മക്കളുണ്ട്, 2 അവന്മാരും 2 പെണ്ണിൻ്റെ അടിമയാണ്. അമ്മേനെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന കണ്ടിട്ടും അഭിനയമാണ്, തട്ടിപ്പാണെന്ന് പറയും. വളരെ ഗുരുതരമായ രോഗാവസ്ഥയാണ്. ഞാൻ പോയി ഇടപെട്ട കണ്ട ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ അവർക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി, കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. അവൻ നോക്കട്ടെ എന്ന് അവരും, ഇവർ നോക്കട്ടെ എന്ന് ഇവരും. മനുഷ്യനാണോ? ഇവർക്കൊക്കെ ഹൃദയമുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുപോലെ നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീരൊക്കെ വീഴ്ത്തുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ വലിയ ശാപം ഈ ഭൂമിയിൽ വേറെ ഉണ്ടോ? സുഭാഷിത 20:20 പറയുന്നുണ്ട്, മാതാപിതാക്കളെ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. സുഭാഷിത 30:17 സോളമൻ രാജാവ് തൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ വചനങ്ങളൊക്കെ പറഞ്ഞത്. എന്താ പറയുന്നത്? മാതാപിതാക്കളെ ധിക്കരിക്കുന്നവൻ്റെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിക്കും. അതുകൊണ്ട് നമുക്കും ഒരു ദിവസമുണ്ട്, ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത്. കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിക്കും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നല്ല സമയം വരുമ്പോൾ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഒരുപക്ഷെ കടന്നു വരുന്നത്. ഇതൊന്നും നമ്മുടെ പിടിയിലല്ല. കാലചക്രം തിരിയുമ്പോൾ ഇങ്ങനെ ഇതെല്ലാം എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്ന് അറിയില്ല. പലിശയില്ല കടം, മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റുക. കൂട്ടത്തിൽ ദാമ്പത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ സുഖവും രസവും സന്തോഷവും നിലനിൽക്കണമെങ്കിൽ ഇതാ പറഞ്ഞത് തന്നെ പിന്നെയും പറയും. എന്ത് കൊടുത്താലും ചിലപ്പോൾ തൃപ്തിയില്ലാത്ത സ്വഭാവം കാണിക്കും. മാതാപിതാക്കൾ, പ്രായമായവർ. പക്ഷേ ഈ ഭർത്താവിനെ നിനക്ക് കിട്ടിയത്, ഈ ഭാര്യയെ നിനക്ക് കിട്ടിയെങ്കിൽ ഈ അപ്പനെ ഈ അമ്മയെ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടാണ്, നമ്മുടെ കഴിവുകൊണ്ടല്ല. അവർക്ക് എന്ത് കുറവും അവരുടെ കഴിഞ്ഞ കാലങ്ങൾ ഒത്തിരി ചിലപ്പോൾ മലിനമായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊട്ടും അപ്രീഷിയബിൾ ആയിരിക്കണമെന്നില്ല. കുറവില്ലാത്ത ആരാ ഉള്ളത്? നമ്മൾ പൂർണ്ണരാണോ? സ്വർഗത്തിൽ നിന്നാണോ നമ്മൾ വന്നത്? ആരൊക്കെ എവിടേക്ക് എത്തും നമുക്ക് ഒരുറപ്പുമില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകൾ ചെളി വാരി എറിയാതെ അങ്ങും സഹിഷ്ണുതയും ക്ഷമയും, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരുടെ നാറിയ കാര്യങ്ങൾ തികഞ്ഞെടുക്കുക. വണ്ടി ഓടിക്കുന്നവനെ ഡ്രൈവർ എന്ന് പറയും, പ്ലെയിൻ ഓടിക്കുന്നവനെ പൈലറ്റ് എന്ന് പറയും, കപ്പൽ ഓടിക്കുന്നവനെ കപ്പിത്താൻ എന്ന് പറയും. അപ്പോൾ ഈ നാറിയ കാര്യങ്ങൾ തികഞ്ഞെടുക്കാൻ ഞാനത് ഫില്ല് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് തന്നെ വിട്ടു തരുന്നു. ഭാര്യയുടെയോ ഭർത്താവിൻ്റെ കുടുംബത്തിലെയോ കുടുംബക്കാരുടെയോ വീട്ടുകാരുടെയോ വീട്ടുപേരിൻ്റെയോ കഴിവുകേടുകളോ കുറവുകളോ പറഞ്ഞ് നാറിയ കാര്യങ്ങൾ തോണ്ടിയെടുത്ത് നമ്മുടെ ജീവിതവും മലിനമാക്കുന്ന, അതുപോലെ ഭർത്താവിനെയോ ഭർത്താവിൻ്റെ വീട്ടുകാരെയോ ഭാര്യയുടെ വീട്ടുകാരെയോ അടിമപ്പെടുത്താൻ അല്ലെങ്കിൽ തരം താഴ്ത്താൻ ശ്രമിക്കുന്നവർ എന്താ ചെയ്യുന്നത്? സ്വന്തം കഴിവുകേട് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. നോയമ്പ് കാലത്ത് ഷൈജു ബ്രദർ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജാണ്. 2025 ഏപ്രിൽ മാസം 2-ാം തീയതി ഷൈജു ബ്രദർ
കൊടുക്കുന്ന ഈ മെസ്സേജ് എന്തെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലും കേൾക്കുമ്പോൾ ഇതെപ്പോഴാണ് എന്നാന്ന് ഒന്നും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ ഒരു കുടുംബത്തിന് ഒരു ജോഡി ദമ്പതികൾക്ക് വേണ്ടി ആയിരിക്കാം ദൈവം. കാരണം ഇങ്ങനെ ഒത്തിരി ബ്രദർ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ദമ്പതികൾ എൻ്റെ ടീമിലുണ്ട്. പലരെയും ഈശോയുടെ വചനത്തിലൂടെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് ക്ഷമയോടെ പറഞ്ഞു കൊടുക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്ത് ഒത്തിരി മാറ്റം ഉണ്ടായ കുടുംബങ്ങളും ടീമംഗങ്ങളും ഒക്കെ നമ്മുടെ ഇടയിലും ശുശ്രൂഷയിലുണ്ട്. ചിലരൊന്നും ഇപ്പോൾ ഇവിടെ വരുന്നില്ല എങ്കിലും എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ചത്താലും പോകില്ല, മരിച്ചാലും ഇവിടെ നിന്ന് ഇറങ്ങില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് അവർ വേറെ പല രംഗങ്ങളിലും ശുശ്രൂഷകളിലും പോകുന്നവരും പ്രസംഗിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ശുശ്രൂഷകരും ഉത്തമമായ കുടുംബജീവിതം നയിക്കുന്നവരും. നേരത്തെ 2 കട്ടിലേലും 2 മുറിയിലും അല്ലെങ്കിൽ ഒരേ വീട്ടിൽ തന്നെ ആകെ ദുർഗന്ധം വമിക്കുന്ന തരത്തിലുള്ള മലിനമായ വെറുപ്പ്, കുറ്റപ്പെടുത്തൽ പുറത്തോട്ടില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ചീഞ്ഞു നാറുന്ന അങ്ങനത്തെ അവസ്ഥയുള്ളവരുണ്ട്, നേരെ തിരിച്ചുണ്ട്. അതെല്ലാം മാറ്റം വരുത്തി ജീവിക്കുന്ന ഇങ്ങനെയുള്ള ക്ലാസ്സും ദമ്പതികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ എനിക്ക് 20 വർഷത്തോളം ആലപ്പുഴ IMSയിൽ പ്രശാന്തച്ചൻ്റെ ദമ്പതി ധ്യാനത്തിന് മുടങ്ങാതെ എല്ലാ മാസവും എല്ലാ ദമ്പതി ധ്യാനത്തിനും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ട്, അന്നേരവും വന്നിട്ടുണ്ട്. ഇതുപോലൊന്നും വലിയ വലിയ പദവികളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും പ്രൊഫസറും ഡോക്ടർമാരും ജീവിത തിരക്കുകൾക്കിടയിൽ ജീവിക്കാൻ മറന്നുപോയവർ അല്ലെങ്കിൽ ഇതുപോലെ പല പോയിൻറ്റ്സും വിട്ടുപോയവർ. അതുകൊണ്ട് നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ജീവിച്ചില്ല എങ്കിൽ അങ്ങനെ കുറച്ച് സ്വാർത്ഥത, സ്വന്തം കുടുംബം, സ്വന്തം ഭാര്യ, സ്വന്തം മക്കൾ, അല്ലാതെ നാട് നന്നാക്കാൻ, ഇപ്പം ഞാൻ നാട് നന്നാക്കാൻ വേണ്ടി മാത്രം നടന്നിട്ട് നിങ്ങളോട് വലിയ വേദം പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് പുല്ലുവില വല്ലവരും കൽപ്പിക്കുമോ? അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവർ എനിക്ക് എതിർ സാക്ഷ്യമായി തീരും. എനിക്ക് ഭാര്യയും 3 മക്കളുമാണുള്ളത്, മകനും മകളും വിവാഹിതരാണ്, ഇളയ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തിരുന്നാണ് ഇപ്പോൾ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കിടപ്പുറിയിലിരുന്നാണ് പ്രസംഗിക്കുന്നത്. വേണമെങ്കിൽ എൻ്റെ ഭാര്യനെ കൂടെ അരികിൽ കൊണ്ടുവന്നിരുത്തി ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ പ്രാർത്ഥനയും മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ട്. നേരത്തെയുള്ള വീഡിയോകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാവും. അതുകൊണ്ട് എൻ്റെ ജീവിതം തന്നെയാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം. പക്ഷേ ജീവിതത്തിൽ വെട്ടിയൊരുക്കലുകളും സഹനങ്ങളും മുറിവുകളും അപകടങ്ങളും രോഗങ്ങളും അവിചാരിതമായ അടികളും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിലും ഇതുപോട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അതോടുകൂടി ഇതെല്ലാം തീർന്നു, ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുന്ന അവസ്ഥയല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇന്നിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ഇത് കണ്ടതോർക്കാണ്, അപ്പനും സഹോദരനും വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആളുകളായിട്ട് പ്രശ്നം കണ്ടപ്പോൾ ഇളയ മകൾ 14 വയസ്സുള്ള മകൾ ആറ്റിച്ചാടി മരിച്ചു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത കാണാനിടയായി. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് വരുമ്പോൾ അതുകൊണ്ട് മരിച്ചത് കൊണ്ടോ ജീവിക്കേണ്ടെന്ന് വിചാരിച്ചത് കൊണ്ടോ അങ്ങനെ വെല്ലുവിളിച്ചത് കൊണ്ടോ ഇവിടെ ഒന്നും തീരുന്നില്ല. ഈ ജീവിതം വിജയകരമായിട്ട് ജീവിച്ച് തന്നെ തീർക്കണം. അല്ലാതെ സാഹചര്യങ്ങൾക്കൊപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ആഞ്ഞു ജീവിക്കേണ്ട, മരിച്ചാൽ മതി അല്ലെങ്കിൽ ചത്താൽ മതി, വാ നമുക്ക് മരിക്കാം, അങ്ങനെ പറയുന്നവരായി നമ്മളൊരിക്കലും തരം താഴരുത്. പരസ്പര സ്നേഹത്തിൽ സന്തോഷിക്കുക. അപ്പോൾ കണ്ടുമുട്ടുക, കത്തെഴുതുക, ചുംബിക്കുക, ആലിംഗനം ചെയ്യുക. ചിലരുടെയൊക്കെ നാണക്കേട് എന്താണെന്നറിയാമോ? നാൾ കുറേ ആയി തുടങ്ങിയിട്ട് ഇങ്ങനെ തന്നെ, ഇനി അങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. അതായത് അഹങ്കാരം, എളിമപ്പെടാൻ തയ്യാറില്ല. അഹങ്കാരം അല്ല ബ്രദർ എന്ന് പറയും. ഇനി അങ്ങോട്ട് ചെല്ലുന്നത് എങ്ങനെ, അല്ലെങ്കിൽ വല്ലതും വിചാരിക്കില്ല. അതിൻ്റെ പേരാണ് ഈഗോ. ചത്ത് മണ്ണടിഞ്ഞു പോകുന്ന മനുഷ്യനാണ്. സമയത്തോട് സമയം കഴിയുമ്പോൾ ഞാൻ കൊല്ലത്തൊരു ഫ്യൂണറലിനെ സംബന്ധിക്കാൻ പോയപ്പോൾ അത് വെച്ചിരുന്ന ഫ്രീസർ, അതിൻ്റെ സ്വിച്ച് ഏതോ കൊച്ചോ മറ്റോ ഓഫ് ചെയ്തതായിരിക്കും എന്ന് പറയുക. ശവം എടുക്കാൻ സമയപ്പോൾ ഇത് തുറന്നു മാറ്റി. അച്ഛൻ വരുന്നതിന് കുറച്ച് മുമ്പ് അവിടെ ഇരിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് ഓടി. കാരണം വേറെ ആരോ പുറത്തുനിന്നൊക്കെ വരാനുണ്ടായത് കൊണ്ടാണ് ഇതൊക്കെ കൊണ്ടുവന്ന് ആ ദിവസം എടുത്ത് വെച്ചത്. പക്ഷേ ദുർഗന്ധമായി പോയി, ഫ്രീസർ ഓഫായി കിടന്നത് അറിഞ്ഞില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മൊബൈൽ മോർച്ചറി ഇതിലൊക്കെ വെച്ച് കൊണ്ടുവന്ന ഇതവസ്ഥ. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. സമയത്തോട് സമയമായാൽ ഇതാ പോയി കഥ. എന്നോട് ചിലരൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകളാണ്, അവരാ ഒത്തിരി ഭക്തി മാർഗത്തിൽ, പുരുഷൻ പ്രവൃത്തി മാർഗമാണ്. ചില ചേച്ചിമാരുടെയൊക്കെ പരാതി ഇതാണ്, കുരിശുരക്കാനിരിക്കില്ല, പള്ളിയിൽ ഒരുമിച്ച് പോകില്ല. അതൊക്കെ നിങ്ങളുടെ ജീവിതം സുവിശേഷമായി മാറിയ അതൊക്കെ എൻ്റെ അമ്മ ഇതുപോലെ അപ്പനെ മാറ്റിയെടുത്തതാണ്. 15 വർഷം നല്ല പുതുപുത്തൻ മനുഷ്യനായിട്ട് ഞങ്ങൾക്ക് നിധി കിട്ടിയെന്നും പറഞ്ഞ് പള്ളിയിൽ വരെയും വിളിപ്പിച്ചു. സ്വഭാവത്തിലും ജീവിതത്തിലും പെരുമാറ്റത്തിലും പ്രാർത്ഥനയിലും. പണ്ട് പ്രാർത്ഥന
പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും, കെരിയിരുപ്പാണ്. പക്ഷേ വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ അമ്മ സുവിശേഷ വചന പ്രഘോഷകമായിട്ടൊന്നും നടന്നില്ല. കൊന്തവല്ലിയും വചനങ്ങൾ കേട്ടും വീട്ടിൽ പ്രാർത്ഥനയിൽ നിയമാർത്ഥന 28:1-14 അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ മാർക്കോസ് 1:5-9 ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ വായിച്ചു. ജോസപിതാവിനുള്ള ജപം, യൂദേവസൂന്യാനുള്ള നൊവേന, അന്തോസൂന്യാലിൻ്റെ നൊവേന, എന്ത് ചൊല്ലിയാലാ രക്ഷപ്പെടുന്ന വിശുദ്ധന്മാരെല്ലാം പഠിക്കും. നിത്യസേമാതാവിനുള്ള നൊവേന, ഇങ്ങനെയൊക്കെ ചൊല്ലി പ്രാർത്ഥിപ്പിച്ച് ഞങ്ങളെ കൊണ്ടൊക്കെ പ്രാർത്ഥിപ്പിച്ച് ഞങ്ങളുടെയൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ ഒത്തിരി മാറ്റിയെടുത്തു. അപ്പം ശരിയാവും, നന്നാവും മോനെ. അപ്പച്ചൻ വെറുതെ ജീവിച്ചിരുന്നാലും മതി, അപ്പച്ചനെ കൊണ്ട് നമുക്ക് ഒന്നും വേണ്ട. അമ്മയുടെ അപ്പനും അമ്മയും ചെറുതായിരുന്നപ്പോൾ മരിച്ചു പോയതാണ്. അതുകൊണ്ട് ഒരാളായിട്ട് ഇരിക്കാൻ വേണ്ടി മക്കളെ എനിക്ക് അതിൻ്റെ വിഷമം അറിയാം, എനിക്കിപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് കണ്ണീരോടെ അമ്മ പറയുമായിരുന്നു. അങ്ങനെ 15 വർഷം അപ്പൻ പുതുപുത്തൻ മനുഷ്യനായിട്ട് ജീവിച്ചു. എന്നെ കണ്ട് നിങ്ങൾ പഠിക്കുക. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ അപ്പനും അമ്മയും സുവിശേഷമാകണം, സുവിശേഷമേകണം. ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ എവിടെ വെച്ച് തീർക്കാനാണ്? നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. ഇങ്ങനെയുള്ള പലയിടത്തും കാണാറുണ്ട്. അതിന് പറയാൻ ഇവർക്ക് പല ന്യായീകരണവും ഉണ്ടായേക്കാം. പക്ഷേ ഇതിന് തമ്പുരാൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരികയില്ല. ദൈവത്തിൻ്റെ മുമ്പിലാണ് അവർ. FSS ലേഖനം 5-22 പറയുന്നുണ്ട്, ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലാണ് വിവാഹം, ദാമ്പത്യ ജീവിതം. എവിടെ ജീവിച്ചാലും പങ്കാളി ആയിട്ട് ദൈവം തന്നത് എന്ത് കുറവുള്ളതായിരുന്നാലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ഭാര്യ ആകട്ടെ കർത്താവിനെ ബഹുമാനിക്കണം. FSS 5:33. ഭർത്താവ് ഭാര്യ, ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ ആകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. വീണ്ടും കൊളോസോസ് 3:19 പറയുന്നുണ്ട്, ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കിൻ, അവരോട് നിർദ്ദയമായി പെരുമാറരുത്. പ്ലീസ്, ഭാര്യയുടെ കണ്ണുനീര് വീഴ്ത്തരുത്. ഭാര്യ ഒരു വസ്തുവല്ല, അടിമയല്ല, തുല്യ അവകാശമുണ്ട്. വികാരങ്ങളും വിചാരങ്ങളുമുള്ള എന്ന് തുല്യ അവകാശമാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ താഴ്ത്തി കെട്ടാനോ നാണം കെടുത്താനോ ഒന്നും ശ്രമിക്കരുത്. എവിടെയെങ്കിലും സ്ത്രീകളുടെ കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ ആ കുടുംബം, ആ വ്യക്തികൾ ഉയർന്നു വരാൻ ഭയങ്കര. ആരെ വേണ്ടെന്ന് പറഞ്ഞു, അവസാനം അവരെ തന്നെ വേണ്ടി വരും. ഒരു സ്ത്രീ, ഞങ്ങൾ ഇതുപോലെ വിൻസെൻ്റ് പോളിൻ്റെ സഹായം കൊടുക്കാൻ, ഞാൻ ഒരു വിൻസെൻഷ്യൽ പ്രവർത്തകനാണ്, അപ്പോൾ സഹായം കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ പറഞ്ഞതാണ്, എന്നെ എൻ്റെ വീട്ടുകാരെ, എൻ്റെ ആങ്ങളമാർ, എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയൊക്കെ മരിച്ചപ്പോഴൊന്നും ഈ മനുഷ്യൻ അങ്ങനെ കരകവിഞ്ഞൊഴുകണേ മനുഷ്യനല്ലേ, ചങ്ക് പൊട്ടിപ്പോവും. ഈ മനുഷ്യനിപ്പോൾ, ഈ ഭർത്താവ് ഇപ്പം ചത്തിട്ടുമില്ല, ജീവിച്ചിട്ടുമില്ല, ട്യൂബൊക്കെ ഇട്ട് ഓപ്പറേഷൻ ചെയ്തത് പാളിപ്പോയി, വീണ്ടും അടുത്ത ആശുപത്രിയിൽ പോയി. ബാങ്കിലുണ്ടായ പൈസ മുഴുവനും തീർന്നു, താനും ആളൊട്ട് സുഖപ്പെട്ടുമില്ല. മലമൂത്ര വിസർജനം എല്ലാം ഇതിലേ കൂടെയൊക്കെ വയറ്റിൽ കൂടെയൊക്കെ കവർ പോലെയൊക്കെ ഇട്ട് ആളുകളായിട്ട് കിടക്കുന്നു, മരിക്കുന്നുമില്ല, ജീവിക്കുന്നു. നല്ല ആജാന ബാഹു. ഇപ്പം പറയണത് നിന്ന് കേൾക്കാനേ നിവർത്തിയുള്ളൂ. മറ്റേത് വിറപ്പിക്കും, തുള്ളും, തെറിവിളിക്കും, ആരും മുന്നിൽ നിൽക്കത്തില്ല. ഇതാ പക്ഷേ ഒരു സമയം ഇപ്പം ഭാര്യ പലിശയും കടവില്ലാതെ, എന്നിട്ട് അവർ നോക്കാതൊന്നും ഇരിക്കുന്നു. എന്നോട് പറഞ്ഞു, ഞാനൊന്നും കാണിക്കില്ല ബ്രദർ. ഇപ്പം മോനിങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ടൊന്ന് സങ്കടം പറഞ്ഞപ്പോൾ കരകവിഞ്ഞു പോയെന്നേ ഉള്ളൂ. അമ്മച്ചി അങ്ങനെ കാണിക്കില്ല, എല്ലാം ക്ഷമിച്ച്. എൻ്റെ വീട്ടിൽ പോലും, വീട്ടുകാർ പോലും അവരെ പോലും വരുത്തൂല. കാര്യമൊന്നുമില്ല, അവിടെ നിന്ന് എന്തെല്ലാം കിട്ടി, അതുകൊണ്ടാണ് പിടിച്ചു നിന്നത്, മക്കളെയൊക്കെ വളർത്തിയത്. പക്ഷേ എല്ലാവരും കിട്ടുകിട്ടാ വിറപ്പിക്കുന്ന സ്വഭാവമായിരുന്നു. ഇപ്പം അതേ കിടക്കണം. അപ്പം വെച്ചാൽ അവരൊക്കെ ഉണ്ട്, അവരൊക്കെ മരിച്ചു. ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും സഹായമോ കരുണയൊക്കെ ഉണ്ടായാനേ. ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ, മക്കളെയൊക്കെ അവരുടെ ഭാര്യമാർ അവരുടെ വഴിക്ക് കൊണ്ടുപോയി. വാടകപ്പരെ കിടക്കുന്ന ഈ അപ്പനെയും അമ്മനെയും വിൻസെൻ്റ് പോളുകാർ കൊണ്ടുവരുന്നതും നോക്കി കിടക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല മോനെ. ഈ കൊലകമ്പന കഷ്ടപ്പെടുമായിരുന്നു, ജോലി എടുക്കും, അതിൻ്റെയൊക്കെ അഹങ്കാരം ഉണ്ടായിരുന്നു, ആർക്കും തോൽപ്പിക്കാൻ പറ്റൂലെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, ഒരു സ്ത്രീ എന്നോട് പറഞ്ഞ ഇതാണ്, ഭർത്താവ് ഗൾഫിലായിരുന്നു, ഭർത്താവിൻ്റെ വീട്ടുകാർ കൂട്ടുകുടുംബം ഇവിടെ പ്രാർത്ഥന നടക്കണ സമയത്ത് അകത്ത് കയറിയിരുന്ന് ടിവിയും സീരിയലും സിനിമയും, ഗൾഫുകാരൻ്റെ ഭാര്യയല്ലേ, പലപ്പോഴും അശ്ലീല വീഡിയോ ഒക്കെ ധാരാളം കാണുമായിരുന്നു. ഇതെല്ലാം ദൈവത്തിന് മുമ്പിൽ പിടിക്കപ്പെട്ടത് കൊണ്ടല്ലേ. ഇപ്പം ഭർത്താവ് മരിച്ചുപോയി, അവരുമൊക്കെ മരിച്ചുപോയി. ഇപ്പം കണ്ണുനീരൊഴിയുന്നില്ല, മക്കളുടെ കല്യാണവും നടക്കുന്നില്ല, അൾസറും ഉറക്കക്കുറവും കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക. കുടുംബത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുമ്പോൾ
പ്രശ്നമില്ലാതെ അവസാനിക്കണില്ല. കാരണം എന്താ, വ്യഭിചാര പോലെ ശാല പോലെ ഒരു കാലത്ത് ഈ കുടുംബത്തെ ഈ മുറികളിലെല്ലാം അരങ്ങേറിയത് അശ്ലീല വീഡിയോ, അശ്ലീല CD, അശ്ലീല ജീവിതം കണ്ടും കേട്ടും കൊടുത്തും. കുടുംബ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഇവർ ചെല്ലാതാവുമ്പോൾ അമ്മായപ്പനൊക്കെ കൂടി ഇരുന്ന് ചൊല്ലും. ഇത് മുറിക്കകത്തിരുന്ന് തിന്മ നിറഞ്ഞ ജീവിതമായിരുന്നു. അതുകൊണ്ട് ഒരു നോയമ്പ് കാലത്തിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. കണ്ടുമുട്ടുക, കത്തെഴുതുക, ചുംബിക്കുക, ആലിംഗനം ചെയ്യുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. സെക്സ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് മെയിൽ ഓർ ഫീമെയിൽ. അപ്പോൾ ഇനി ഇതെല്ലാം ദൈവം തന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ 1 കൊരിന്ത്യർ 7-ാം അധ്യായം 1 മുതൽ 14 വരെ. ബ്രദർ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കാര്യം, ദാമ്പത്യ ബന്ധത്തിൽ ലൈംഗികത, കണ്ണുമുട്ടുക, കത്തെഴുതുക, ചുംബിക്കുക, ആലിംഗനം ചെയ്യുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. നാണവും ഒന്നും മാനക്കേട് വിചാരിച്ചിട്ട കാര്യമില്ല. കുഞ്ഞുങ്ങളുണ്ടാകാനും സ്നേഹം പ്രകടിപ്പിക്കാനും മരണം വരെ. ഇനി കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അമ്മയുടെ മാസമുറയെല്ലാം തീരുന്ന പ്രായമാകുമ്പോൾ പിന്നെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ജന്മം ഉണ്ടാകണമെന്നില്ല. പക്ഷേ എന്ത് വേണം, മരണം വരെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്നതാണ് ദാമ്പത്യ ബന്ധം അഥവാ ദാമ്പത്യ ധർമ്മം അഥവാ ലൈംഗിക. ഒരു ദമ്പതികൾ ഒരു പുരോഹിതനാകുന്നത് ബലിയർപ്പിക്കാനാണ്. ഇതുപോലെ ദമ്പതികൾ എന്തിനു വേണ്ടിയ, മരണം വരെ ഭാര്യാഭർത്ത് ബന്ധം നിറവേറ്റിക്കൊണ്ട് ജീവിക്കണം. അല്ലെങ്കിൽ അതിന് ഓരോരോ ഒഴികഴിവും സൂത്രവും വാദവും പിത്തവും കഫവും ദോഷവും ഒക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സ്നേഹം വേണ്ട, ദൈവത്തിനെ വേണ്ട എന്ന് തന്നെയാണ്. വിവാഹം ഒരു കൂദാശയാണ്, അതൊരു ആചാരമല്ല, ഒരു കൂദാശയാണ്. ആ കൂദാശ 2-1 ഒരാൾ വേർപിരിയുമ്പോൾ മാത്രമാണ് അത് ഇതാവുന്നത്. അപ്പോൾ അല്ലാതെ ഒരാൾ തന്നെ തീരുമാനിച്ച് ബലം പിടിച്ച് മാറിക്കടന്ന് ഒഴികഴിവ് പറഞ്ഞ് വെറുപ്പ് വിചാരിച്ച് അല്ലെങ്കിൽ ഉള്ള പ്രതിഷേധം മുഴുവൻ കാണിക്കുന്നത് ഇങ്ങനത്തെ കാര്യത്തിലല്ല. ഒന്നും കൂടെ അറപ്പും വെറുപ്പും വാശിയും വൈരാഗ്യം കൂടിയേ വരുള്ളൂ. ചത്തു മണ്ണടിഞ്ഞ് പോയിട്ട് പിന്നെന്ത് സ്നേഹിച്ചിട്ട് എന്ത് കാര്യം. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കാൻ. ഞാനിത് പറയുന്നത് കുറേ ആൾക്കാരുടെ സങ്കടങ്ങൾ കേൾക്കുന്നതുകൊണ്ടാണ്. ഒരു സ്ത്രീ എന്നെ വിളിച്ച് കരഞ്ഞു പറഞ്ഞ കാര്യം ഇതാണ്, ബ്രദറെ ഇത്ര പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് ഓർത്തില്ല. ഞങ്ങളൊരു പ്രോഗ്രാം നടത്തിയപ്പോൾ അതിലൊക്കെ കൂടിയ സമയത്ത് 2 പേരെയും ഇരുത്തിയും അല്ലാതെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇവർ അവിടെ നിന്ന് താഴോട്ട് ഒരു അടി താഴോട്ടിറങ്ങാൻ തയ്യാറില്ല. കാരണം ശീലിച്ച പഴയ ചങ്ങരം പിന്നെയും തെങ്ങലെന്ന് പറഞ്ഞ പോലെ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ഇവരുടേതായ ചില ബലം പിടുത്തവും വാശിയും. അയാൾ നാണം കെട്ട മനുഷ്യനെ പോലെ യാചിച്ചും കെഞ്ചിയും ഇവരുടെ പുറകെയും ചുറ്റിനും നടക്കുന്ന അവസ്ഥ. പക്ഷേ ഇന്ന് പലയിടത്തും സംശയരോഗങ്ങളും അതുപോലെയുള്ള ആത്മഹത്യയും കൊലപാതകവും ഒക്കെ നടക്കുന്നതിന് പിന്നിൽ പ്രധാന വില്ലൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. 90% ദാമ്പത്യ ജീവിതത്തിൽ പറയുമ്പോൾ ഞങ്ങളുടെ നിങ്ങളുടെ എൻ്റെ വീട്ടുകാരുടെ തൻ്റെ വീട്ടുകാരുടെ അവരുടെ ഇവരുടെ അവക്കടെ ജോലി എൻ്റെ ജോലി എൻ്റെ എന്നൊക്കെ പറയുമ്പോൾ വേറെ പെണ്ണിനെ നോക്കി അല്ലെങ്കിൽ വേറെ ആളെ കൂടി സംസാരിച്ച് വിളിച്ച് പറയുമ്പോൾ അവരവരിക്കേണ്ട സ്ഥാനത്ത് അവരവരിക്കാത്തതാണ്. താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ നായ കയറിയിരിക്കുന്നത് പോലെ പങ്കാളിയെ കുറ്റപ്പെടുത്തേണ്ട അല്ലെങ്കിൽ കുറ്റവും കുറവും കണ്ടുപിടിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നത് സ്വന്തം കഴിവുകേടുകൾ കൊണ്ടാണ്. അതുകൊണ്ട് അതിന് ഇടകൊടുക്കാതെ സ്നേഹിച്ച് മരണം വരെ, എത്ര വയസ്സായാലും 70 വയസ്സായാലും 80 വയസ്സായാലും, ഇതിന് പ്രായമൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമൊക്കെ എടുക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അവരൊക്കെ ഏറെ പ്രായവും കാലവും വയസ്സും ആയപ്പോഴാണ് നല്ല സന്തോഷപ്രദമായ ദാമ്പത്യത്തിൽ ആഴപ്പെട്ട് ജീവിച്ചത്. അതുകൊണ്ട് കേൾക്കുമ്പോൾ ഇത് നാണം വിചാരിച്ചിട്ടോ അശ്ലീലമാണെന്ന് പറഞ്ഞിട്ടോ പിള്ളേർ കേൾക്കുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെക്കാൾ നന്നായിട്ട് പിള്ളേർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് പിള്ളേരെ കേൾപ്പിക്കേണ്ട, ഇത് കാരണവന്മാർക്ക് വേണ്ടിയുള്ള വീഡിയോയാണ്. പക്ഷേ ഈ കാര്യങ്ങൾ കണ്ടുമുട്ടുക, ദാമ്പത്യ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് കത്തെഴുതുക, ചുംബിക്കുക, ആലിംഗനം ചെയ്യുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഈ 5 പില്ലേഴ്സ്, ഈ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഭാര്യാഭർത്തൃ ജീവിതത്തിൻ്റെ കെട്ടുറപ്പ് ഭദ്രമാകും, ജീവിതം സുരക്ഷിതമാകും. അപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും, ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങും, അവരുടെ മക്കൾ ഉയർന്നു വരാൻ തുടങ്ങും. ഇല്ലെങ്കിൽ 1 കൊരിന്ത്യർ 7:15 പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു. ഞണ്ടിങ്ങനെ പോയിട്ട് മക്കളോട് നേരെ വന്ന് നടക്കുന്നതായിട്ട് വല്ല കാര്യമുണ്ടോ? അവർ മക്കൾ പകർത്തുന്ന കാണപ്പെട്ട പുസ്തകം, പഠിക്കുന്ന പുസ്തകം ആരുടെ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ്. അതുകൊണ്ട് അപ്പൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കുന്ന മക്കൾ അവർ ബ്ലോട്ടിംഗ് പേപ്പറിൽ പോലെ ഒപ്പിയെടുക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പലതും. അമ്മയെ ചേർത്ത് നിർത്തുന്ന, കെട്ടിപ്പിടിക്കുന്ന
സ്നേഹിക്കുന്ന, സ്നേഹം പഠിപ്പിക്കുന്ന, അപ്രിഷ്യേറ്റ് ചെയ്യുന്ന അപ്പനെ കാണുമ്പോൾ, അമ്മയെ കാണുമ്പോൾ ഇതാ ആ മക്കൾക്ക് ജീവിതത്തിൻ്റെ ആ മാധുര്യം എന്താണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് നമ്മളൊരു മാതൃകാ ദമ്പതികളായി ജീവിക്കാൻ വേണ്ട അനുഗ്രഹം തരണേ, കൃപ കിട്ടണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. മത്തായി 19:11 പറയുന്നുണ്ട്, കൃപ ലഭിച്ചവർക്കല്ലാതെ, യേശുനാഥൻ്റെ വാക്കുകൾ, ആർക്കും ഇത് മനസ്സിലാകുകയില്ല. അതുകൊണ്ട് വിവാഹ ജീവിതം വിജയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാം. അല്ലാതെ വെറുതെ ചെളിവാരി എറിഞ്ഞത് കൊണ്ടോ, ചോദ്യം ചെയ്തതുകൊണ്ടോ, കേസ് കൊടുത്തുകൊണ്ടോ, ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ, തർക്കിച്ച കൊണ്ടോ, പറഞ്ഞു നിൽക്കാൻ വായിൽ 10 ഇരട്ടി നാവുണ്ടായത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. ജീവിതം ജീവിച്ച് തന്നെ തീർക്കണം. അതിനെന്ത് വേണം? വിവാഹ ജീവിതം വിജയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിലും ജപമാലയിലും കുരിശിൻ്റെ വഴിയിലും നോയമ്പാചരണത്തിലും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കാം. ഭർത്താവ് ശരിയാകണം, ഭാര്യ ശരിയാകണം എന്നല്ല, ആദ്യം ഞാൻ ശരിയാകണേ. സെൽഫ് റിയലൈസേഷൻ, എന്നെ തന്നെ എനിക്ക് കാണിച്ചു തരണമേ, എന്നെ തന്നെ മനസ്സിലാക്കാൻ, എന്നെ തന്നെ തിരുത്താൻ പരിശുദ്ധാത്മാവെ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നന്നാകാനായിട്ട് തുടങ്ങുമ്പോൾ എനിക്ക് എൻ്റെ കുടുംബം, എൻ്റെ പങ്കാളിയെ നന്നാക്കാനായിട്ട് പറ്റും. മുഖം കൊള്ളരുതാത്തതിന് കണ്ണാടി തല്ലിപ്പൊട്ടിച്ചിട്ട് കാര്യമുണ്ടാകുമെന്ന് ചോദിക്കും. അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് നന്നാക്കാം. അപ്പോൾ കൂടെയുള്ളവർ, അവരിലും അതിൻ്റെ റിഫ്ലക്ഷൻസ്, അരൂപിയുടെ പ്രവർത്തനങ്ങളെല്ലാം വരും. തന്നെ പതിയെ മാറ്റങ്ങളുണ്ടോ. ഇങ്ങനെ പറഞ്ഞു തരാൻ, ഇതുപോലെ പറഞ്ഞു കൊടുത്തും പറഞ്ഞു കേട്ടും സ്വീകരിച്ചും മാറ്റം വരുത്തിയ ഒത്തിരി ദമ്പതികളുടെ ഉത്തമ ഉദാഹരണങ്ങൾ നേരിട്ടറിയാം, എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലുണ്ട്. ഇതുപോലെ ആ ലിസ്റ്റിൽ നിങ്ങളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓടിങ്ങോട്ട് വന്നിട്ട് ഷൈജു ബ്രദറിൻ്റെ ഒരു പ്രസംഗം കേട്ട്, അല്ലെങ്കിൽ കുറച്ച് വചനം പറഞ്ഞ് അത് എഴുതി വെച്ചെന്നും പറഞ്ഞിട്ട് ഇപ്പം തന്നെ ടാപ്പ് അഴിച്ചു വിട്ട പോലെ ശരിയാണൊന്നുമില്ല. പടിയായിട്ട് നമുക്കറിയാം, കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഒറ്റ ദിവസം കൊണ്ട് അത് കുറേ പേര് പോയി, കുറേ പേര് പിടിച്ചു നിന്നു, കുറേ പേര് ഘട്ടം ഘട്ടമായിട്ട് മാറി. അവസാനം വാക്സിനും കാര്യങ്ങളും പ്രതിരോധ ശക്തിയും പ്രാർത്ഥനയും ദൈവാനുഗ്രഹം എല്ലാം കൊണ്ട് ഇന്ന് ആ സംഗതികൾ തന്നെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേത് അതിൻ്റെ പേര് പോലും കേൾക്കുമ്പോൾ പേടിച്ച് മരിച്ചവരും ഒട്ടനവധിയാണ്. അപ്പോൾ ഇങ്ങനെ പേടിച്ചിരുന്നിട്ടോ ഒളിച്ചിരുന്നിട്ടോ അയ്യോ എനിക്ക് പറ്റത്തില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എന്നെ കിട്ടത്തില്ല, എനിക്ക് ആ ശക്തിയും കൃപയുണ്ടെന്ന് തോന്നണില്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങളെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട കൃപ ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ലാബാൻ പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഗുണമോ ദോഷമോ എനിക്ക് പറയാനില്ല, ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഉൽപ്പത്തി 2:18 നിനക്ക് ചേർന്ന ഇണയെ, മനുഷ്യനേകനായി നല്ലതല്ല, ചേർന്ന ഇണയെ ഞാൻ നൽകും. ചേർന്നതിന് ആരാ നൽകുന്നത്? ദൈവമാണ്. യെശയ്യാ 34:16 കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഒന്നിനും ഇണയില്ലാതിരിക്കില്ല. അപ്പം ഇണയും തുണയുമായിട്ട് ചേർക്കുന്നത് ആരാണ്? ദൈവമാണ്. ഇപ്പം മക്കളുടെ വിവാഹം നടക്കുന്നില്ല എങ്കിൽ, അടുത്ത് കിട്ടുന്നില്ലെങ്കിൽ ഉൽപ്പത്തി 2:18 യെശയ്യാ 34:16 വെച്ച് പ്രാർത്ഥിക്ക്. ചേർന്നതിന് ആര് തരും? ദൈവം തരും. 42 വയസ്സായാലും 35 വയസ്സായാലും 30 വയസ്സായാലും ചേർന്നതിന് ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുക. നടക്കാൻ പോലുള്ള ഇത്രയും നാളായിട്ട് നടന്നില്ലെന്ന് പറഞ്ഞിരുന്ന അങ്ങനെ നടക്കും. കൂട്ടത്തിൽ ഈ കാര്യം കൂടെ ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ചേർന്നതിനെ തന്നെയാണ് ആര് തന്നത്? ദൈവം തന്നത്. ചേർന്നതല്ല, തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയെന്ന് തലയിൽ കിടപ്പുണ്ടെങ്കിൽ ആ തലയിലിരിപ്പ് ആദ്യം മാറ്റം വരുത്തുക, ബാക്കിയെല്ലാം മാറിക്കോളും. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.